എന്നാണ് ചോദിച്ചത്. ഡോക്ടർ ഞാനും ഒക്കെ ഒരേ ലൈനിലാട്ടോ നമ്മൾ വന്നത്. അതായത് ജൂതന്മാർ എഴുതിയിട്ടുള്ള അവരുടെ ചരിത്രം, അതിൽ തുടങ്ങുന്ന ആ പഴയ നിയമമാണ് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ആദ്യത്തെ ഗ്രന്ഥം. അപ്പൊ അതിനകത്ത് ജൂത ചരിത്രമാണ്. അതിൽ വിശേഷം എന്താ വെച്ചാല് ആദാമിനെ ഹവ്വേനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും ആരെ കല്യാണം കഴിച്ചതെന്ന് അറിയോ? കായനും ആബേലും, കേനന്റെയും അവർ കല്യാണം കഴിച്ചത് മനുഷ്യപുത്രിമാരെ എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ബൈബിൾ അത് കാണാനില്ല. അപ്പൊ എനിക്കത് യുക്തിയായി ചിന്തിക്കുന്ന ആൾക്കാർ പക്ഷെ എന്നെ പോലെ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും ആ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ അന്നത്തെ മനുഷ്യരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് അവരൊന്ന് പറയുകയും പിന്നെ അവർ തന്നെ മറന്നു പോയിട്ട് വേറൊന്ന് പറയുകയും ചെയ്യുന്ന ഇങ്ങനെ തലമുറകളുടെ കഥകൾ പരമ്പരയായിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുള്ള ചരിത്രവും കഥയും എല്ലാം കൂടി ചേർന്നൊരു സംഭവമാണ് ശരിക്കും. അപ്പൊ അതിൽ പറയുന്നത് പോലെ ഇങ്ങനെ സൃഷ്ടിച്ചു, ആണായിട്ടും പെണ്ണായിട്ടും ഭൂമിയിൽ എല്ലാ ജന്തുക്കളെയും പക്ഷികളെയും പറവകളെയും എല്ലാ ചെടികളെയും പൂക്കളെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ആദിയിൽ ഭൂമി ഇരുണ്ടും പാഴായും ശൂന്യമായും ഇരുന്നു എന്നാണ് ബൈബിൾ തുടങ്ങുന്നത്.